എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോഷ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇത് നോ പവർ ഇഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പവർ ഓൺ ആകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവുമായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പവർ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ശരി, നമുക്ക് ഇതിൻ്റെ റിപ്പയറിംഗ് വീഡിയോയിലോട്ട് പോവാം. നമുക്കിതിൽ പവർ കൊടുക്കാം. ഇതിൻ്റെ പവർ വരുന്നത് ഒരു കണക്ഷൻ ഇവിടെയും ഒരു കണക്ഷൻ ഇവിടെയായിട്ടാണ് ഇതിൽ സപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബോർഡിൽ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു MOV ഉണ്ടാവും. ഈ MOVൻ്റെ അതിൻ്റെ സർക്യൂട്ട് നോക്കിയിട്ട് അത് എവിടെയാണോ ആ ലെഗ് വരുന്നത് ആ സർക്യൂട്ട് നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കാം. ഈ MOV ആണ് ന്യൂട്രലും ഫേസിലുമാണ് ഈ MOV കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലെഗുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും ഇതിലുമായിട്ട് സപ്ലൈ കൊടുക്കാം. ന്യൂട്രലും ഫേസും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ഡിസ്പ്ലേ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് പവർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പവർ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചുവന്ന LED കത്തുന്നുണ്ട്, അതായത് സപ്ലൈ ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഒരു മോഡലിൽ ഇതിനകത്തായിട്ടാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ 8-bit ക്യാരക്ടർ IC. ഇത് ഈ ക്യാരക്ടർ ICയുടെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC. അപ്പോൾ ഈ ICയുടെ ഔട്ട്പുട്ട് 5 വോൾട്ട് ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 7805-7805ൻ്റെ റെഗുലേറ്റിംഗ് IC ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ IC എന്നാണ് ഇവിടെ ഈ ഒരു ക്യാരക്ടർ ICക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ക്ലാവ് പിടിച്ചിട്ടിരിപ്പുണ്ട്. അത് ഈ വാഷിംഗ് മെഷീൻ ബോർഡിന് സാധാരണ ഉണ്ടാകാറുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ടിന്നർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പവർ കൊടുത്തിട്ട് ഈ ഒരു റെഗുലേറ്റിംഗ് ICൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിനുവേണ്ടി മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ വയ്ക്കുക. സപ്ലൈ കൊടുത്ത് ഇതിൽ ഡയറക്റ്റ് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ബോർഡിൻ്റെ സർക്യൂട്ടുകളിൽ കാര്യം ഇത് ഡയറക്റ്റ് സപ്ലൈ ഉള്ളതാണ്. ഇത് നമുക്ക് 8 വോൾട്ട് വരുന്നുണ്ട്, ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. സപ്ലൈ സൈഡ് ഓക്കെയാണ്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 7 LED കത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡേറ്റ സിഗ്നലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4.7 ഡേറ്റ സിഗ്നലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ ഈ ക്ലാവ് പിടിച്ചിരിക്കുന്നതെല്ലാം ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ലെഗുകളെല്ലാം ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം 0 ohms റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ സിഗ്നൽ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം നമുക്കിവിടെ കണ്ടിന്യൂറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം ഇവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അത് കണക്കിന് ഈ ഒരു റെസിസ്റ്റൻസിലും ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഇവിടെയും ഇതെല്ലാം ചെക്ക് ചെയ്യും. കാര്യം ഞാനിപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ലൈന് ഈ ഒരു ലൈൻ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നിടത്ത് ഇത് ലാസ്റ്റ് ഇവിടെ എത്തും. ഇവിടെ ഒരു 4.3 വരുന്നുണ്ട്, ഇവിടെ 4.7 വരുന്നുണ്ട്. അപ്പോൾ ആ ലൈന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബീപ്പ് മോഡിലിടുക. ഇവിടെ മൂന്നാമത്തെ ലൈൻ ഉണ്ട്. ഓക്കെ, ലൈനെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു IC റീപ്ലേസ് ചെയ്ത് നോക്കാം. ഈ IC നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്യാം.
ഞാൻ ഈ ഐ സി ബ്ലോവർ ഉപയോഗിക്കാതെയാണ് അഴിച്ചെടുത്തത്. ഈ ബോർഡിൽ ബ്ലോവർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഐ സി ആയതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിരിക്കും. അപ്പോൾ ബ്ലോവറിൽ പെട്ടെന്ന് അങ്ങനെ ഇളകി വരില്ല. പക്ഷേ നമ്മൾ ബ്ലോവറിൽ ആ ഒരു ചൂട് കൊടുക്കുന്ന സമയത്ത് ഈ ബോർഡ് PCB ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സോൾഡറിങ് അയൺ വെച്ച് തന്നെ ആ ഐ സി ഊരിയെടുക്കാൻ ശ്രമിച്ചത്. ഇനി ഈ പാഡ് മുഴുവനും ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പാഡിൽ കറക്റ്റായിട്ട് സോൾഡറിങ് പിടിച്ചിട്ടില്ല. ഇനി ഇത് മൊത്തം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി അവിടെ നമ്മൾ വേറൊരു ഐ സി, ഇത് പുതിയതൊന്നുമല്ല. ഈ ഐ സി ഞാൻ വേറെ ഒന്നിനകത്തുനിന്ന് ഇളക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇളക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഐ സി സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പുതിയ ഐ സി ഇടണമെങ്കിൽ പുതിയ ഐ സി ഇടാം. അപ്പോൾ ആ ഐ സി അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് പുറത്ത് ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് സോൾഡർ ചെയ്യാം. ഇനി ഇത് ഓരോ കാലമായിട്ട് അതിൽ കറക്റ്റായിട്ട് സോൾഡറായി പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്രിഡ്ജ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതായത് രണ്ട് ലെഗുകൾ തമ്മിൽ ഷോർട്ടായിരിക്കുന്ന രീതിയിലുള്ള സോൾഡറിങ് ബ്രിഡ്ജ് ഒന്നും വരാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഐ സി കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ആ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിൽ ഈ ഒരു 3 LED മാത്രം, 3 അല്ല മൊത്തം ഒരു 6 LED കത്തി നിൽപ്പുണ്ട്. വേറെ ഇണക്കങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഐ സി മാറിയിട്ടിട്ടും ഈ ഇത്രയും LED കത്തുന്ന അല്ലാണ്ട് വേറെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഒന്നും വന്നില്ല. ഇവിടെ എറർ കോഡ് ഷോ ചെയ്യണം, പക്ഷേ ആ എറർ കോഡ് ഷോ ചെയ്യുന്നില്ല. ഈ ഐ സി മാറിയിട്ടിട്ടും ഇത് നല്ല ഐ സി ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസ് 1 by 1 റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തു. ഫുള്ള് എവിടെയെങ്കിലും ഈ ഓരോ ഇതൊക്കെ എല്ലാം 0 ohms റെസിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ ഈ ഐ സി ഇളക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പാഡിൽ കണക്ഷൻ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അതേ കണക്കിന് ഈ റെസിസ്റ്റൻസ് എല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന റെസിസ്റ്റൻസ് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഇല്ല. ഇത് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബീപ്പ് അടിക്കുന്നില്ല. ബാക്കിയെല്ലാം എല്ലാത്തിലും ഈ 0 ohms റെസിസ്റ്റൻസിൽ ബീപ്പ് അടിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ ബീപ്പ് അടിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇത് വേറൊരു ബോർഡിൽ നിന്ന് ഈ ഒരു 0 ohms റെസിസ്റ്റൻസ് ഇളക്കി ഇതിനകത്തിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സോൾഡർ ചെയ്തപ്പോഴത്തേക്കും ഇത് ഓണായി. അപ്പോൾ ഇവിടെ ഇത് ക്ലാവ് പിടിച്ചിട്ട് ഇതാണ്. പിന്നെ ഈ ഒരു പഴയ ഐ സി ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ഇനി തിരിച്ചിട്ട് നോക്കിയാൽ അറിയാക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സി അഴിച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ഒരു ട്രാക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റെസിസ്റ്റൻസും ഒരുപക്ഷെ ആ ഐ സി നല്ലതായിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഞാൻ ഇനി ഈ ഐ സിക്ക് പകരം അത് ഇടുന്നില്ല. ഇപ്പോൾ ഇത് രണ്ടും ഈ ഒരു 2 കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്കും ഇത് അങ്ങനെയാണ്. ഇത് ഫുള്ള് ചെക്ക് ചെയ്ത് ഓരോ റെസിസ്റ്റൻസും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് എനിക്കിത് ഈ ഒരു റെസിസ്റ്റൻസ് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഞാനിപ്പോൾ ഇത് പവർ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇവിടുത്തെ ഈ ഒരു 3 LED താഴത്തെ LED കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ 26 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതൊന്ന് വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ പാനൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 26 എന്നുള്ള ആ ഒരു ഡിസ്പ്ലേ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു സ്വിച്ച് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് എറർ കോഡായിട്ടാണ് ഇത് നിൽക്കുന്നത്. നമുക്കിതിന് ഈ മെഷീനിൽ കണക്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് വർക്കിംഗ് ആയി മാറത്തുള്ളൂ. അപ്പോൾ
ഈ ഒരു ബോർഡ് ഓൺ ആയിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇത് ഡെഡ് ബോർഡായിരുന്നു, അതിനെ വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആ വാഷിംഗ് മെഷീനിൽ കണക്ഷൻ കൊടുക്കണം. ഇതിൻ്റെ സെൻസർ കാര്യങ്ങളെല്ലാം കണക്ഷൻ കൊടുത്താൽ മാത്രമേ ഈ ഒരു ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.